ഹായ് നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഉപ്പുമാവ്, നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി ആദ്യം തന്നെ നമുക്ക് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, അതല്ലെങ്കിൽ നെയ്യ് എടുക്കാം കേട്ടോ. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് എടുക്കാം. ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചൂടായി വന്നപ്പോഴേക്ക് ഇതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിൽ 1.5 കപ്പ് റവയാണ് എടുക്കുന്നത്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഞാൻ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ, ചെറിയ ഫ്ലെയിമിൽ തീയിൽ വച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റവ കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് പാൻ ഒരുപാട് അങ്ങ് ചൂടായി പോയതിന് ശേഷം റവ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ റവ മൂത്ത് വരുമ്പോൾ നല്ല ഒരു മണം വരും. അപ്പോൾ അറിയാം നമുക്ക് റവ മൂത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഭക്ഷണശാല കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കാണണം. ക്വസ്റ്റ്യൻ വരും, നന്നായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പാകം ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റവ. കണ്ടോ? ഇത് നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കുക്കർ ഒന്ന് ചൂടായി വന്നപ്പോഴേക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. തൊട്ടടുത്ത അടുപ്പിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പുമാവിലോട്ട് എപ്പോഴും തണുത്ത വെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ, നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കണം. അപ്പോൾ ഓയിൽ ഒഴിച്ചു. ഒരു 3-3.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ കടുകിടാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഉഴുന്നുപരിപ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള പരിപ്പുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ, ഹോൾ പരിപ്പിനേക്കാളും. ഉഴുന്നുപരിപ്പ് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇപ്പോൾ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി ഇങ്ങനെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സവാള ചെറുതായിട്ട് ചേർക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അതിന് നമുക്ക് ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, ഇത് രണ്ടും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പച്ചമുളക് അത്യാവശ്യം ചെറിയൊരു എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉപ്പുമാവ്. അതുപോലെ തന്നെ ഇതിലേക്ക് 2-3 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിൽ വെജിറ്റബിൾസ്, ക്യാരറ്റോ ഗ്രീൻ പീസോ അങ്ങനെ ബീൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതും ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വരണം. അതായത് നമ്മൾ കറിക്കൊക്കെ കടുക് താളിക്കില്ലേ, അപ്പോൾ ഉള്ളി എങ്ങനെയാണോ മൊരിച്ചെടുക്കുന്നത് അത്രയും ആയി വരണം. അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം ഉള്ളി. ചെറിയ ഉള്ളിയൊക്കെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉള്ളി മൊരിഞ്ഞ് കിട്ടും. ഭക്ഷണശാല കോൺടെസ്റ്റിൻ്റെ ഉത്തരങ്ങൾ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 30 കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പീനട്ടാണ്, കപ്പലണ്ടി, റോസ്റ്റ് ചെയ്തിട്ടുള്ള നിലക്കടല, അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഈ ഉപ്പുമാവിലേക്ക് ചേർക്കുമ്പോൾ, കപ്പലണ്ടി ചേർത്ത ഉപ്പുമാവ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കപ്പലണ്ടി കൂടെ ഈ വെളിച്ചെണ്ണ കിടന്നൊന്ന് റോസ്റ്റായി വരട്ടെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഉപ്പുമാവ് തയ്യാറാക്കാൻ ഉപയോഗിച്ച റവയുടെ അളവെത്ര? ഓപ്ഷൻ എ 1.5 കപ്പ്, ഓപ്ഷൻ ബി 2 കപ്പ്, ഓപ്ഷൻ സി 2.5 കപ്പ്. ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് കമൻറ്റ് ബോക്സിലൂടെയോ വാട്സപ്പ് നമ്പറിലൂടെ അയക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് തേങ്ങ. 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ഇട്ടെടുക്കാം.
തേങ്ങ ചേർക്കുമ്പോൾ ഇനി തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം നമുക്കിത് വറക്കണ്ട, പെട്ടെന്ന് തന്നെ വെള്ളം ചേർക്കണം. അതായത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ ഈ തേങ്ങയുടെ ഫ്ലേവർ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരണം. ഇതിലോട്ട് ഞാൻ ഉപ്പുമാവിൻ്റെ റവ അളക്കാനെടുത്ത ആ കപ്പിൽ 2.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ, അത്രയാണ് നമുക്ക് 1.5 കപ്പ് റവയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഉപ്പ് വേണ്ട. കുറച്ച് ഉപ്പിട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർക്കാം. ഒരുപാടങ്ങ് ഡ്രൈ അല്ല, ഒരുപാടങ്ങ് കുഴഞ്ഞു പോകാത്ത ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഉപ്പുമാവാണ്. ഇതിൻ്റെ അളവാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇത് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം റവ നമുക്ക് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. വെള്ളം തിളച്ച് തേങ്ങയുടെയൊക്കെ ഫ്ലേവറെല്ലാം നന്നായിട്ട് ആ വെള്ളത്തിലോട്ട് ഇറങ്ങി വരണം. തേങ്ങയും കപ്പലണ്ടിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. കുറേശ്ശെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ റവ ചേർത്ത് ഇളക്കിയെടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ഇനി ഇതുപോലെ ഒന്ന് മുങ്ങിക്കിടക്കണം വെള്ളത്തിൽ നമ്മൾ ഇടുന്ന ടൈമിൽ. ഇനി ഇത് ഇളക്കിയെടുക്കുമ്പോൾ റവയുടെ തരികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് ഇത് ഒന്ന് മൂടി വയ്ക്കണം. അപ്പോൾ മൂടി വയ്ക്കുമ്പോൾ ആവിയൊക്കെ അതിനകത്ത് തന്നെ നിന്നിട്ട് നല്ലപോലെ ഈ റവ ഉപ്പുമാവ് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരും. അതായത് ഇനിയിപ്പോൾ ഇതിന് പപ്പടമോ അങ്ങനെ എന്തെങ്കിലും സൈഡ് ഡിഷൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നമ്മളിത് സെർവ് ചെയ്യുന്നത്, ആ ടൈം വരെ ഇത് ഒന്ന് അടച്ച് നമുക്കിത് മാറ്റി വയ്ക്കാം. കണ്ടതുപോലെ എൻ്റെ വെയിറ്റും വെച്ചിട്ട് ഇതെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ ടൈമിൽ എൻ്റെ സ്റ്റീമൊക്കെ ഔട്ടാക്കിയതിന് ശേഷം കുക്കർ പതിയെ ഒന്ന് തുറക്കാം. കണ്ടോ, അതിൻ്റെ ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും കൊണ്ടിട്ട് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കാം. ഒട്ടും കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല, കട്ട പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനിപ്പോൾ പഴമോ പപ്പടോ ഒന്നും സൈഡ് ഡിഷോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നു. നല്ല പൊടിയായിരിക്കുന്ന ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.